ഗജേന്ദ്രമോക്ഷം കിട്ടി ഈ ഭൂമിയിൽ നിന്ന് യാത്രയായ ഗജകേസരികൾ ഒരുപാടുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ. അതെ, അങ്ങനെ ഒരുപാട് ഗജകേസരികളുടെ പേര് മുൻനിരയിലുണ്ടെങ്കിലും അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഒരു ആനയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മറ്റാരുമല്ല, കാട്ടാക്കാമ്പൽ രംഗനാഥൻ. നല്ല നിലവും ഉയരവും അഴകുമുണ്ടായിട്ടും പല കൈമാറ്റങ്ങൾ കൊണ്ട് ഒന്നുമല്ലാതെയായി പോയ ഒരു ആന. മലപ്പുറം ജില്ലയുടെ പുണ്യമായി കുടികൊള്ളുന്ന തിരുമാന്താംകുന്ന് ദേവിയുടെ തിടമ്പേറ്റാൻ സ്വന്തമായൊരു ആന വേണമെന്ന ആവശ്യം നാട്ടുകാർക്കും ദേവസ്വത്തിനും തോന്നി. ഒടുവിൽ അവരുടെ ആഗ്രഹം എത്തി നിന്നത് കരുവാരക്കുണ്ടിൽ ഉണ്ടായിരുന്ന 12 വയസ്സുള്ള കുട്ടിക്കൊമ്പനിലായിരുന്നു. ആസാമാണ് ജന്മസ്ഥലം. എങ്കിലും മലയാള തനിമയോടുള്ള അഴകും അളവും ഒത്ത ആനക്കുട്ടിയായിരുന്നു അവൻ. അവർ അവനു ദേവിദാസൻ എന്നു പേരിട്ടു. തിരുമാന്താംകുന്നിലെത്തി ആദ്യ വർഷങ്ങളിൽ യാതൊരു പ്രശ്നവും കൂടാതെ ദേവിയെ ശിരസിലേറ്റി അവൻ വളർന്നു. ആളുകൾ അവനെ നെഞ്ചിലേറ്റി. അവരുടെ അഭിമാനമായി അവൻ വളർന്നു. നല്ല ഉയരവും നിലവും തണ്ടും തടിയുമായപ്പോൾ ആന അല്പം ചട്ടമ്പിത്തരം കാട്ടിത്തുടങ്ങി. സീസണിൽ മദപ്പാട് കൂടിയായപ്പോൾ ഉത്സവത്തിന് ദേവിയുടെ തിടമ്പെടുക്കാനും പറ്റാതെയായി. ആരെയും വകവയ്ക്കാത്ത പ്രകൃതമാണെങ്കിലും സ്നേഹിക്കുന്നവരെ ഒരിക്കലും മറക്കില്ല. കൂട്ടാനയുടെ ആക്രമത്തിൽ നിന്നും സ്വന്തം പാപ്പാനെ രക്ഷിച്ച ചരിത്രവും ദേവിദാസനുണ്ട്. 2001 ആനയെ ക്ഷേത്രത്തിൽ നിന്ന് വിറ്റു. സീസണിലെ നീരും താന്ത്രികപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് ആനയെ വിറ്റത്. അവിടെ നിന്ന് ആന എത്തിയത് കൊല്ലം പുത്തൻകുളത്ത്. പിന്നീട് ഒരുപാട് കൈമാറ്റങ്ങൾ വന്നു. കയ്യിലിരിപ്പ് നല്ലതല്ല. പല പേരുകേട്ട ചട്ടക്കാരും മുട്ടുമടക്കി. പാലക്കാട് മൂത്തൻ കൈലാസ്, വലിയ വീട്ടിൽ ദേവിദാസൻ, ഗുരുജി ദേവിദാസൻ, പാമ്പൂട്ട് ശിവൻ, മഞ്ഞുമ്മൽ രംഗനാഥൻ, അങ്ങനെ പല പേരുകൾ ആന അറിയപ്പെട്ടു. ഒടുവിൽ കാട്ടാങ്കാമ്പലിലെത്തി. ഒരുപാട് കൈമാറ്റങ്ങളും ചട്ടക്കാരുടെ സ്ഥിരതയില്ലായ്മയും മൂലം ആനയുടെ തടിക്കും കാര്യമായ കേടു സംഭവിച്ചു. അവസാന കാലത്ത് ആന ക്ഷീണിതനായിരുന്നു. 2008 പാമ്പൂട്ട് ശിവനായിരുന്ന കാലം തൃശൂർ പൂരം തെക്കോട്ടിറക്കത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ആന തൃശൂരിലെത്തിയ ശേഷം വടക്കുന്നാഥൻ ആനയൂട്ടിലെയും കുന്നംകുളത്തെയും സ്ഥിരം സാന്നിധ്യമായി. അപാരമായ ഓർമ്മശക്തിയായിരുന്നു രംഗനാഥിന്റെ മറ്റൊരു സവിശേഷത. 2012 തിരുമാന്താംകുന്നിൽ ഉത്സവത്തിനെത്തിയപ്പോൾ തന്റെ പഴയ തറത്തിരക്കിപ്പോയ സംഭവം അന്ന് തന്നെ വാർത്തയായിരുന്നു. മഞ്ഞുമ്മൽ നിൽക്കുമ്പോൾ ആനയെ തിരിച്ചും ക്ഷേത്രത്തിൽ എത്തിക്കാൻ ചിലർ ശ്രമിച്ചിരുന്നു. ഒടുവിൽ 2014 ഒക്ടോബറിൽ കാട്ടാക്കാമ്പലിൽ നിൽക്കുമ്പോൾ ഗജേന്ദ്രമോക്ഷം. അങ്ങനെ ആ ഗജവിസ്മയം അസ്തമിച്ചു. അടുത്ത വീഡിയോയിൽ മറ്റൊരു ഗജകേസരിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.